റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്തും നേമത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാകാതെ കോൺഗ്രസ്. ധർമ്മടത്ത് കരുത്തിനെ ഏർക്കണമെന്നാണ് പാർട്ടിക്കുള്ള അഭിപ്രായം. പിണറായി വിജയനെതിരെ മത്സരിക്കാൻ നേതാക്കൾ തയ്യാറല്ല. നേമത്ത് യുവാക്കളെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ധർമ്മടത്തും നേമത്തും പ്രധാനപ്പെട്ട മുഖങ്ങളെ കണ്ടെത്താൻ പാർട്ടിക്ക് ആകുന്നില്ല എന്നാണോ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? എന്താണ്, ഏതൊക്കെ നേതാക്കളെയാണ് ആദ്യം ആലോചിച്ചത് റോഷിപാൽ? സ്മൃതി, പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് കടുത്ത പോരാട്ടം വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോരാട്ടം ധർമ്മടത്ത് നടന്നാൽ പിണറായി വിജയൻ ധർമ്മടം കേന്ദ്രീകരിക്കേണ്ടി വരും. അത് UDF-ന് ഗുണകരമാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ നേമത്ത് BJP-ക്കെതിരെ ശക്തമായ മത്സരം നടന്നില്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ. നേമത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് ഈ അടുത്ത് പിടിക്കാൻ കഴിഞ്ഞത് K. മുരളീധരൻ മത്സരിച്ചപ്പോഴാണ്. ഏതാണ്ട് 25% വോട്ട് പിടിച്ചിട്ടുണ്ട് നേമത്ത്. അങ്ങനെയെങ്കിൽ അവിടെയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണം, അല്ലെങ്കിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന വിലയിരുത്തൽ. അതേസമയം യുവാക്കളെ അവിടെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ അട്ടിമറി ഉണ്ടാകുമെന്ന വിലയിരുത്തലും മറുവിഭാഗം ഉയർത്തുന്നുണ്ട്. അതേസമയത്ത് തന്നെയാണ് ധർമ്മടത്ത് ആദ്യഘട്ടത്തിലൊക്കെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ ഉയർന്നതാണ്. അവിടെ TO മോഹൻ, മുൻ കോർപ്പറേഷൻ മേയറുടെ പേരുൾപ്പെടെ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചന്ദ്രൻ തില്ലങ്കേരി അടക്കമുള്ള കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുണ്ട്. പല നേതാക്കളും ധർമ്മടത്ത് മത്സരിക്കാൻ അവർ സന്നദ്ധരല്ല. അവിടെ ശക്തമായ മത്സരം നടത്തിയാൽ പോലും അവിടെ വിജയസാധ്യത കുറവാണ് എന്ന വിലയിരുത്തൽ കൊണ്ടാണ് പലരും പിന്മാറുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയ്ക്ക് K. സുധാകരൻ, ഷാഫി പറമ്പിൽ ഇവരെയൊക്കെ മുഖ്യമന്ത്രിക്ക് എതിരെ നിർത്താമെന്നുള്ള ആലോചനകളോ ചർച്ചകളോ ഉയർന്നു വന്നിട്ടുണ്ടോ റോഷിപാൽ? സ്മൃതി, MP-മാർക്ക് മത്സരിക്കാനുള്ള സാധ്യത, അവർക്ക് അനുവാദം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും ധർമ്മടത്ത് പ്രത്യേക ഇളവ് നൽകി ഏതെങ്കിലും ഒന്നുകിൽ K. സുധാകരൻ അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഈ രണ്ടുപേരിൽ ഒരാൾ മത്സരിച്ചാൽ അത് ഒരുപക്ഷെ അട്ടിമറിക്ക് വഴിയൊരുക്കുമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ നിർദ്ദേശമൊന്നുമായി ഉയർന്നിട്ടില്ല. പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള നേതാക്കളുടെ മാത്രം അത് അഭിപ്രായമാണ്. KPCC അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പ്രവർത്തകർക്കിടയിൽ ഈ രണ്ട് പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും 1-2 ദിവസത്തിനകം തന്നെ ഒരുപക്ഷെ ഇതിൽ തീരുമാനം എടുക്കേണ്ടി വരും. ഏതായാലും ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ അവിടെ C. രഘുനാഥനാണ് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. വോട്ട് വല്ലാതെ കുറഞ്ഞു. മാത്രവുമല്ല അതിന് തൊട്ടു പിന്നാലെ BJP-യിലേക്ക് C. രഘുനാഥൻ ചേക്കേറുകയും ചെയ്തു. നേരത്തെ മമ്പ്രം ദിവാകരൻ മത്സരിച്ച ഘട്ടത്തിലൊക്കെ വലിയ വോട്ട് ശതമാനം ഉണ്ടായിരുന്നു. KK നാരായണനുമായി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 42% വോട്ട് ഉണ്ടായിരുന്നു. പിന്നീട് വോട്ട് ശതമാനം കുറഞ്ഞെങ്കിൽ പോലും മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 35,000 വോട്ടിനാണ് വിജയിക്കുന്നത്. പിന്നീട് അത് 1,00,000-ലേക്ക് ഭൂരിപക്ഷം ഉയർത്തി. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ പിണറായി വിജയന് വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം മത്സരിപ്പിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MV ജയരാജന് ധർമ്മടം അസംബ്ലി മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും കേവലം 2616 വോട്ടിന്റെ ലീഡ് മാത്രമായിരുന്നു എന്നൊരു കാര്യമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,125 വോട്ടായിരുന്നതാണ് സുധാകരൻ 2616 കുറച്ചിരിക്കുന്നത്. 2016 നിയമസഭയിൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 36,905 ആയിരുന്നു എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. സ്മൃതി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ പിണറായി വിജയനുമായി കിടപിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം എന്ന അഭിപ്രായം ശക്തമാണ് പാർട്ടിക്കകത്ത്. പക്ഷേ അതിൽ ഇപ്പോഴും KPC ഒരു തീരുമാനമെടുത്തില്ല. സാധാരണ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ തവണ ധർമ്മടത്ത് 2 തവണ മത്സരിച്ചത് മമ്പ്രം ദിവാകരനാണ്. ഒടുവിലാണ് C. രഘുനാഥൻ സ്ഥാനാർത്ഥിയാകുന്നത്. C. രഘുനാഥൻ മത്സരിച്ചപ്പോഴാണ് വോട്ട് താരതമ്യേന വളരെ കുറയുകയും പിണറായി വിജയന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്തത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വലിയൊരു വികാരം നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട്. അത് മുതലാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് ശക്തമാകുന്നത്. അല്ലെങ്കിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി വന്നാൽ പിണറായി വിജയന് വളരെ എളുപ്പത്തിൽ അവിടെ വിജയിക്കാൻ കഴിയും. മാത്രവുമല്ല ആ പിണറായി വിജയന് മറ്റു മണ്ഡലങ്ങൾ കൂടി കൂടുതൽ സമയം കേന്ദ്രീകരിക്കാൻ കഴിയും. നേരെ മറിച്ച് കടുത്ത പോരാട്ടം നടന്നാൽ പിണറായി വിജയൻ ധർമ്മടത്ത് കേന്ദ്രീകരിക്കേണ്ടി വരും. അതാണ് അങ്ങനെ ഒരു തന്ത്രം കോൺഗ്രസ് പ്രയോഗിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ധർമ്മടം മണ്ഡലത്തിലെ 153 വാർഡുകളിൽ 108 വാർഡുകളും ഇടതുമുന്നണി തന്നെയാണ് നേടിയത് എന്നൊരു കാര്യം കൂടിയുണ്ട്.